ഇന്ന് നമുക്കൊരു ബട്ടർ സ്കോച്ച് അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ കേക്കിൽ ഏത് തരം കേക്ക് ബാറ്റർ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കാണ് അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി കേക്കാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. 10 ഇഞ്ചിൻ്റെ ഒരു അലൂമിനിയം ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കേക്ക് ടിൻ. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇതേപോലെ ഒരു കൊടിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പാത്രം ചുറ്റിച്ചു കൊടുക്കണം. അങ്ങനെ വേണം കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ സ്പൂണിൽ നിന്ന് ക്ലീൻ ആക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വരും. അപ്പം അതുകൊണ്ട് ഇതേപോലെയുള്ള ഒരു പാത്രം പിടിക്കുന്ന കൊടിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ചുറ്റിച്ച് കാരമലൈസ് ചെയ്യാം. ഇപ്പം ഇവിടെ ഈ പഞ്ചസാരയുടെ കളറൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനി ആ കട്ടയ്ക്ക് കിടക്കുന്ന പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി ഒന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇതേപോലെ ചുറ്റിച്ച് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇത് കാരമലൈസ് ചെയ്തായി വരുമ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പുക വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ബാക്കിയും കൂടി ഒന്ന് കളറ് മാറ്റിയെടുക്കാനായിട്ട്. അപ്പം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിനുള്ള കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 15 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വീണ്ടും ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഈ ബട്ടറും കാരമലും കൂടി നല്ലപോലെ ഒന്ന് കൂടി യോജിച്ച് ഒരു സോസ് രൂപത്തിലാകണം. ആ സമയത്ത് തീ ഓഫ് ചെയ്ത് ഇത് സൈഡിൽ മാറ്റി വെക്കണം. ഇവിടെ ഞാൻ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതേപോലെ ടിന്നിൽ പ്രിസർവ് ചെയ്ത് വരുന്ന പൈനാപ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ നല്ല പഴുത്ത ഫ്രഷ് പൈനാപ്പിൾ എടുത്തിട്ട് ഈ ടിന്നിൽ വരുന്ന പൈനാപ്പിളിൻ്റെ പോലെ തന്നെ ഇതേപോലെ റിങ് പോലെ കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ആ മുള്ളൊക്കെ നല്ലപോലെ കളയണം കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ. എന്നിട്ട് അതൊരു ഫ്രൈ പാനിലോട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി മുകളിലോട്ട് വിതറണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് തീ കുറച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ ആ പൈനാപ്പിളിനകത്ത് നിന്ന് തന്നെ മാക്സിമം വെള്ളം ഇങ്ങോട്ട് ഊർന്നു വരും. അത് 10 മിനിറ്റോളം അങ്ങനെ മൂടി വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചതിന് ശേഷം നിങ്ങൾ 10 മിനിറ്റ് ആകുമ്പോൾ മൂടി തുറന്ന് ആ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ടിന്നിൽ കിട്ടുന്ന പൈനാപ്പിൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഡബിൾ ടേസ്റ്റ് ആയിരിക്കും ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ. അതുകൊണ്ട് നിങ്ങൾ ഫ്രഷ് പൈനാപ്പിൾ തന്നെ ഉപയോഗിച്ചാൽ മതി. ഞാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെ ഒരു ടിന്നിൽ ഉള്ള പൈനാപ്പിൾ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഇത് വാങ്ങാറുമില്ല. വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇതുപോലെ ക്യാൻഡ് പൈനാപ്പിൾ വാങ്ങി ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും ഞാൻ ഫ്രഷ് പൈനാപ്പിൾ വെച്ചിട്ട് തന്നെ ഇത് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ പൈനാപ്പിളൊക്കെ ആ കാരമലും ബട്ടറും ഒക്കെ മെൽറ്റ് ചെയ്ത ടിന്നിലോട്ട് പൈനാപ്പിൾ സ്ലൈസസ് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്യാപ്പൊക്കെ ചെറി വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചെറി ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. ഒരു ഭംഗിക്കൊക്കെ വേണ്ടി മാത്രമേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റിന് ഇത് ഒരുപാട് റോളൊന്നുമില്ല. അപ്പം ഞാൻ ആ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ബേക്കറികളിൽ നിന്ന് കിട്ടുന്ന ചെറിയാണ് കേട്ടോ ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇത് ടിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി സൈഡിൽ മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനാണ്. അതിൽ 2 സ്റ്റെപ്പുണ്ട്. ആദ്യം നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. നോൺ സ്റ്റിക്ക് തന്നെ എടുത്തോളുക. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നേരത്തെ ആ ടിന്നിൽ കാരമലൈസ് ചെയ്തെടുത്ത പോലെ തന്നെ ഈ നോൺ സ്റ്റിക്ക് പാനിൽ കാരമലൈസ് ചെയ്ത് ആദ്യം എടുക്കണം. അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു തരുന്നില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇങ്ങനെ ചുറ്റിച്ച് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാരമലൈസ് ചെയ്ത് വരുമ്പോൾ ആ കളറ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നിരിക്കും. അതുകൊണ്ട് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 15 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടി ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ബട്ടറും കാരമലും കൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ പ്രിസർവ് ചെയ്ത് വന്ന ആ ടിന്നിലുള്ള പൈനാപ്പിളിൻ്റെ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക്
സാധാ തിളച്ച വെള്ളം എടുത്താൽ മാത്രം മതി, നോർമൽ വാട്ടർ തന്നെ എടുത്താൽ മതി. അല്ലാതെ ഈ പൈനാപ്പിൾ പ്രിസർവ് ചെയ്ത വെള്ളമൊന്നും ഫ്രഷ് പൈനാപ്പിൾ ഉപയോഗിക്കുമ്പോൾ കിട്ടിയില്ല എന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. തിളച്ച വെള്ളം ഒഴിച്ചാലും ഈ ക്യാരമൽ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ ആ കട്ടകളൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 7-8 മിനിറ്റ് വരെയൊക്കെ എടുക്കും ഇത് കംപ്ലീറ്റ് മെൽറ്റായി വരാനായിട്ട്. ഇനി ഇടയ്ക്കൊന്ന് ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം. ഇതേ കണ്ടില്ലേ, ഇതൊരു കട്ട പോലെയൊക്കെ വരുന്നത്, ഇതൊക്കെ പതുക്കെ ഇരുന്നിട്ട് അവിടെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളമൊക്കെ എടുക്കും ഇതൊന്ന് മെൽറ്റായി വരണമെങ്കിൽ. സ്പാച്ചുല വെച്ച് ഇളക്കി കൊടുത്താൽ നമുക്കിങ്ങനെ ചൂടോട് കൂടിയിട്ട് ഈ സ്പാച്ചുലയിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും. സ്പൂണ് വെച്ചിട്ടാവുമ്പോൾ അതിൽ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. സ്പാച്ചുല ഉള്ളവർ സ്പാച്ചുല തന്നെ യൂസ് ചെയ്യുക. ഇപ്പം ഇവിടെ ഈ കട്ടകളൊക്കെ നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ട് ഇത് നല്ല സോസ് രൂപത്തിലായിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനി സൈഡിൽ മാറ്റി വെച്ച് ചൂടാക്കി എടുക്കുക. നല്ലപോലെ ചൂടാറണം, എന്നിട്ട് വേണം കേക്കിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിലോട്ട് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 250 ഗ്രാം മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്, അതായത് സോഡാപ്പൊടി. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ 3 തവണ ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കുകയോ ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കേക്ക് ഉണ്ടാക്കുന്നത് നെയ്യ് വെച്ചിട്ടാണ്. ഈ ബട്ടർ സ്കോച്ച് കേക്കിൽ നെയ്യ് ഉപയോഗിച്ച് തന്നെ ചെയ്താലേ നിങ്ങൾക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ശരിക്കും 1 കപ്പ് നെയ്യാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നെയ്യ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലാത്ത ആളുകൾ ഇവിടെ 1 കപ്പ് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് നെയ്യും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയാണ്. അപ്പോൾ ഞാൻ ആ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്ന ഭാഗം വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ. നിങ്ങൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഓയിലും നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ലൈറ്റ് ബ്രൗൺ ഷുഗർ ആണ്. ബ്രൗൺ ഷുഗർ ഇല്ലാത്തവർ നോർമൽ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഡാർക്ക് കളർ കേക്കിന് കിട്ടുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നോർമൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആ ചൂടാറിയ ബട്ടർ സ്കോച്ച് സോസാണ്. നമ്മൾ നേരത്തെ ഫ്രൈ പാനിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ആ സോസ് ഇപ്പം നല്ല ചൂടാറി പാകമായിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത്ര ഇൻഗ്രീഡിയൻസ് ഈ സ്പാച്ചുല വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം കൂടി ഒന്ന് സ്പാച്ചുല വെച്ച് മിക്സായി വന്നതിന് ശേഷം നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഹൈ സ്പീഡിലിട്ടിട്ട് ഇപ്പം ബീറ്റ് ചെയ്യേണ്ട, ഇപ്പം ഇത് പുറത്തോട്ട് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 1 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ലോ സ്പീഡിൽ. അതിനുശേഷം ഇതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കണം. ഓരോ മുട്ട വീതം ചേർത്ത് കൊടുത്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. 1 മുട്ട ചേർത്ത് കൊടുത്ത് ഒരു 20 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക. അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കുക, വീണ്ടും ഒരു 20 സെക്കൻഡ് ബീറ്റ് ചെയ്യുക. അങ്ങനെ 4 മുട്ടയും ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുക. 4 മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം ബീറ്റ് ചെയ്യുക. അതും ലോ സ്പീഡിൽ മതി കേട്ടോ. മുട്ടയൊക്കെ ചേർത്ത് 1 മിനിറ്റോളം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദയുടെ കൂട്ട് കുറച്ച് വീതം ചേർത്ത് കൊടുക്കണം. മൈദയുടെ കൂട്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് ഒരു സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ബീറ്റ് ചെയ്യണ്ട കേട്ടോ. എല്ലാം ഒന്ന് മൈദ ഈ കൂട്ടുമായിട്ട് ഒരു സ്പാച്ചുല വെച്ച് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് 1 മിനിറ്റോളം ഒന്ന് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഇവിടെ മൈദയൊക്കെ നല്ലപോലെ ഫോൾഡ് ചെയ്ത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഇൻഗ്രീഡിയന്റും കൂടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി, വാനില എസൻസ്. അത് ഇനിയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സായി വന്നതിന് ശേഷം നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തോളുക കേട്ടോ. ഇവിടെ ബട്ടർ സ്കോച്ച് കേക്കിന്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ആ ചെറിയും പൈനാപ്പിളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന ആ ടിന്നിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ദേ ഇത്രത്തോളം ലൂസായിരിക്കും കേട്ടോ ഉണ്ടാക്കി വരുമ്പോൾ. അതും കൂടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ച ഈ ടിന്ന്
നമുക്കിനി ബേക്ക് ചെയ്തെടുക്കണ്ടേ? അതിനുവേണ്ടി OTGയിൽ ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത OTGയിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മുതൽ 45 മിനിറ്റ് വരെയും ടൈം എടുത്തു ബേക്ക് ചെയ്ത് വരാനായിട്ട്. ടൈമും ടെമ്പറേച്ചറും ഒക്കെ ഓരോരുത്തരുടെ OTGയിലും ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടി വരും നിങ്ങളുടെ കയ്യിലുള്ള അവനനുസരിച്ച്. ഇങ്ങനെ ബേക്കായി വന്ന ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് കമിഴ്ത്തി ഇടുവാണ്. കമിഴ്ത്തി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു ദിവസം OTGയിൽ അല്ലാതെ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അതായത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കി. പക്ഷെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, ഒരു 1.5 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. താഴെ ഈ പൈനാപ്പിളിന്റെ ലെയർ വന്നിട്ടുള്ളതുകൊണ്ടായിരിക്കാം മുകളിലോട്ട് അധികം ചൂട് കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഗ്യാസ് സ്റ്റോവിൽ താഴെ മാത്രമല്ല നമുക്ക് തീ കൊടുക്കാനും പറ്റുള്ളൂ. ഈ കേക്ക് OTG ഉള്ളവര് OTGയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മാത്രമല്ല, ഇത് അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ കേക്കിന്റെ രീതിയിലല്ലാതെ നേരിട്ട് സാധാ കേക്ക് ഉണ്ടാക്കുന്ന പോലെ കേക്ക് ടിന്നിൽ നേരിട്ട് ഈ ബാറ്റർ ഒഴിച്ചുണ്ടാക്കിയാൽ നല്ല സൂപ്പർ ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്സൈഡ് ഡൗൺ പൈനാപ്പിൾ സ്റ്റൈലിലല്ലാതെ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ചുണ്ടാക്കിയാലും ശരിയാവും. ഇത് താഴെ ഈ പൈനാപ്പിളിന്റെ ലെയർ വന്നിട്ടുള്ളതുകൊണ്ടാണ് കുറെ ടൈം എടുക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കേക്കാണ്. OTG ഒന്നും ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയ കേക്കുകളും ബണ്ണും അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡ്, പർദ ബിരിയാണി, അങ്ങനെ കുറേ റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് ഇടുകയും കൂടി ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ബൈ.